ഹലോ ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? നമ്മളും ഹാപ്പി ആയിട്ടിരിക്കണോ? അപ്പോൾ ഇന്ന് നമ്മളൊരു 2 കിലോ ബിരിയാണി വെക്കാൻ പോകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിത് എന്നും ബിരിയാണി വെക്കലാണോ പണിയെന്ന് കേട്ടോ. ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല ബിരിയാണി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മുടെ വീട്ടിൽ പണി ഇന്ന് കഴിയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവർക്ക് ഇന്ന് നമ്മളുടെ വക കൊടുക്കാം ഫുഡ് എന്ന് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കൊടുത്തത് പൊറോട്ട ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ നല്ലൊരു ചിക്കൻ മലബാറി ദം ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മലബാർ ദം ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് സെറ്റാക്കിയിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ സ്പൈസസ്, ബിരിയാണി മസാല പൊടിക്കാത്ത കുറച്ച് സ്പൈസസ് ഇട്ടു. പിന്നെ ഞാൻ വറുത്ത് പൊടിച്ചത് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ സവാള, തക്കാളി, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ കറിവേപ്പില, തൈര്, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ദം ബിരിയാണി എങ്ങനെയാണ്, അതിൻ്റെ ആ മസാല പിടിച്ചതിന് ശേഷം നമ്മളത് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. നമ്മളിന്ന് ഗ്യാസിലല്ല വെക്കാൻ പോകുന്നത്, നല്ല വിറകടുപ്പിൽ തന്നെയാണ്. കാരണം 2 കിലോ ഒക്കെ നമ്മൾ നന്നായിട്ട് ദമ്മിട്ട് വെക്കണമെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ കിട്ടണമെങ്കിൽ നമുക്ക് ആ വിറകടുപ്പ് തന്നെ വേണം കേട്ടോ. കാരണം എന്നാലേ കറക്റ്റ് ദമ്മ് ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മൾ നേരെ വിറകടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വിറക് അടുപ്പ് ഞാൻ കുറച്ച് നേരമായിട്ട് കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെന്ത് കിട്ടാനായിട്ടൊന്നും ഒരുപാട് സമയം എടുത്തിട്ടില്ല. ഒരു 10-20 മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇളക്കാനായിട്ട് ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചു കേട്ടോ. കാരണം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണമെങ്കിൽ ഏട്ടനെ തന്നെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടനൊരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഏട്ടനെ കൊണ്ട് ഇളക്കിച്ചു. പിന്നെ ശേഷം നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരിയിട്ട് കൊടുത്തു. അതിനകത്ത് നമ്മൾ നാരങ്ങാനീരും കുറച്ച് സ്പൈസസും പിന്നെ സൺഫ്ലവർ ഓയിലും ഉപ്പും അത്രയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദമ്മ് ഒക്കെ ഊറ്റി സെറ്റാക്കി വെച്ചു. അതിന് മുകളിലേക്ക് കുറച്ച് ബിരിയാണി മസാല പൊടിച്ചതും മല്ലിച്ചപ്പും പുതിനയും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചു. പിന്നെ മുകളിൽ നമ്മൾ കനലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി അത്യാവശ്യം വെന്ത റൈസ് ആയിരുന്നു. പിന്നെ ഒരു 20 മിനിറ്റ് നമ്മൾ ദമ്മിട്ട് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ദമ്മെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് കണ്ടാൽ അറിയാലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മളിതിങ്ങനെ ഇളക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടോ. അപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. നല്ല മണം വന്നപ്പോൾ തന്നെ മനസ്സിലായി നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, ഇനി ടെൻഷൻ അടിക്കേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും സംഭവം വെച്ച് കഴിഞ്ഞാൽ ആവുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലേ. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അത് പെർഫെക്റ്റായി എന്ന് കാണുമ്പോൾ മാത്രമേ എനിക്കൊരു സമാധാനം വരുള്ളൂ. പിന്നെ നമ്മളത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. കാരണം നല്ല ചൂടിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവർക്കൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.